ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭർത്താവിന് വേണ്ടി എന്ന തലത്തിൽ അവൾ എന്ത് പ്രവൃത്തി ചെയ്താലും അമല് പോലെ, അതൊരു സാധാരണ അമലല്ല. അവളുടെ ഇബാദത്തിന് ഭാരം കൂടുന്നത് അപ്പോഴാ. എന്തേ സമയം 12 മണിയായി, ഇക്ക വരാൻ നേരമായി, അതുകൊണ്ട് അടുക്കളയിൽ തിരക്കാണ്. ആ തിരക്കിന് അല്ലാഹു കൊടുക്കുന്നത് ജിഹാദിന്റെ കൂലിയാം. ഇക്ക പോവാൻ നേരമായി, വേഗം ഒന്ന് ആവണം, എല്ലാത്തിനും തിരക്ക് പിടിക്കുന്നു, ധൃതി കൂട്ടുന്നു. എന്താണ് ആ ഒരുക്കങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്നത്? ജിഹാദിന്റെ കൂലി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവന്റെ അടുക്കലേക്ക് കൂട്ടുകാരൻ നാളെ പോകുന്നുണ്ട്, ഒരു കുപ്പി അച്ചാറ് കൊടുത്തു വിടണം. അതിനു വേണ്ടി മാങ്ങ അരിയുന്നു, നാരങ്ങ അരിയുന്നു, ഇസ്തിരി ഇട്ട് കൊടുക്കുന്നു ഭാര്യ. ജിഹാദിന്റെ കൂലി സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിച്ചിട്ടുണ്ടോ? ഏത് ജോലിക്ക് പോയാലും ലീവുണ്ട്. ലീവില്ലാത്ത ജോലി അവളെ കെട്ടിവന്ന അന്ന് മുതൽക്ക് അവൾ മരിക്കുന്നവരെ ജോലിയാണ്, ലീവില്ല. ശമ്പളമുണ്ട്, ഉള്ള ശമ്പളത്തിൽ വർധനവുണ്ട്, മറ്റ് അലവൻസുകളുണ്ട്, മറ്റ് സ്കീമുകൾ പലതുമുണ്ട്. പക്ഷേ ശമ്പളമില്ലാതെ ജോലിയെടുക്കുന്നവൾ അവൾ മാത്രമാ. എന്താണ് അതിന് കിട്ടുന്ന ഒരു കരുത്ത്? മോളെ എന്നൊരു വിളിയാണ്, അല്ലെങ്കിൽ ഒരു ചിരിയ, അല്ലാതെ വേറൊന്നുമില്ല. ഒരു പെരുന്നാൾ വന്നാൽ ഏറ്റവും അവസാനം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതാരാ? അത് നമ്മുടെ വീട്ടിലെ ഭാര്യയാണ്, ഉമ്മയാണ്. അവരുടെ കൈകൾ എത്ര മൃദുലമാ, നമ്മെ പോലെയല്ല. എന്നിട്ടും ആ കയ്യിൽ തഴമ്പ് വന്നത് എപ്പോഴെന്നറിയുമോ? നമ്മുടെ വീടിന്റെ മുറ്റമടിക്കാൻ വേണ്ടി അവൾ കയ്യിലേക്ക് പരുവരുത്ത ചൂല് പിടിച്ചപ്പോഴാ. മനോഹരമായ കയ്യിൽ വളയുണ്ട്, മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. എന്നിട്ടും ആഴ്ചയിൽ 1-2 പ്രാവശ്യം ആ കൈവിരലുകൾ മുറിയാറുണ്ട്. എപ്പോഴാണത്? മീൻ വെട്ടുമ്പോഴും ഉള്ളി അരിയുമ്പോഴുമല്ലേ. എന്നിട്ടോ ആ മുറിവിന്റെ വിടവിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങളുടെ കറ പുരണ്ടിരിക്കുമ്പോ ആ കൈക്ക് സൗന്ദര്യമില്ലെന്ന് പറയാൻ ഭർത്താവോ? നിനക്ക് അല്ലാഹ് തന്ന ഹൃദയത്തിന്റെ ബന്ധമുണ്ടെങ്കിൽ ഏറ്റവും നല്ല സൗന്ദര്യം. ഉള്ളി മുറിച്ചപ്പോൾ കൈക്ക് മുറിവേറ്റ അടയാളത്തിൽ കറ പുരണ്ട ഭാര്യയുടെ വികൃതമായ കൈ തണ്ടിനെ ഏറ്റവും നല്ല ഒരു ചിത്രകല പോലെ നീ ആസ്വദിക്കും. ഈമാനുണ്ടെങ്കിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെയാ ഭർത്താവ്. വാടിത്തളർന്ന മുഖമാ, എന്റെ കൈ ഇതുപോലെയല്ല. കല്യാണ ആൽബം ഇടക്കിടക്കൊന്ന് എടുത്ത് മറച്ചു നോക്കും. എന്തേ? അന്ന് ഗ്ലാമർ ആയിരുന്നു, ചുള്ളനായിരുന്നു. ഇപ്പൊ പാറമടയില് പണിക്ക് പോണായിരുന്നേ. കുറച്ച് വേർപ്പും കറുത്തുപോയി. ഇക്ക വെയിലുണ്ടിട്ടാണ്. അവിടെ AC-യുടെ പണിയാണ്, ഇവിടെ ഗൾഫില്. വയറൊക്കെ ചാടിയിട്ടുണ്ട് ഇപ്പോ. എന്തേ? ഇരുന്ന് വണ്ടി ഓടിക്കല്ല, നടുവേദന ഉണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഒന്നിനും പറ്റണില്ല ആള്. എന്നാലും സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടിയല്ലേ, എന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ. ആ മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ, അവന്റെ ചിരി കാണുമ്പോൾ നിറച്ച മുടി ഡൈ ചെയ്യേണ്ടതില്ല. ഇക്ക ഗ്ലാമറൻ എപ്പോഴും എന്റെ അടുത്ത്. എന്തേ? ഒരു കാന്തിക ബന്ധം കൊടുത്ത ഒരു പ്രചോദനമുണ്ട്. ഭർത്താവിന് വേണ്ടി ഭാര്യ ഒരുങ്ങി, ഭർത്താവിന് വേണ്ടി അവൾ എന്ത് ചെയ്തു? അല്ലാഹു വലിയ ഒരു കൂലി കൊടുക്കുന്നത് അപ്പോഴല്ലേ. 4 കാര്യം കൊണ്ട് അവള് സ്വർഗത്തിലേക്ക് വേഗം പോകും. 4000 ചെയ്താലും ആണ് പോണ കാര്യത്തിൽ ഉറപ്പില്ല. 4 ചെയ്താൽ മതി, പെണ്ണിന് സ്വർഗം ഉറപ്പാ. എങ്ങനെയും സ്വർഗത്തിന്റെ പുറകോസ്ത വാതിലിലൂടെ അല്ല അവള് പോവാ, സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും ആധികാരികമായി പെണ്ണിന് കയറാൻ പറ്റും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറുന്ന പോലെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം അഹ്മദിന്റെ മുസ്നദിലെ ഹദീസ് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇദാ സല്ലത്ത് ഖംസഹാ, 5 വഖത്ത് നിസ്കരിച്ചാൽ മതി, ഓക്കെയാണ്. സ്വർഗത്തിലേക്ക് വേഗം കയറാൻ പറ്റും. 4 കാര്യം ചെയ്താൽ മതി. അതിലൊന്ന് 5 വഖത്ത് ഞാൻ നിസ്കരിച്ചാൽ മതി എന്ന് പെണ്ണ് മനസ്സിലാക്കാം. ഓക്കെ, ഒന്നാമത്തേത് രക്ഷപ്പെട്ടു അല്ലേ. രണ്ടാമത്തേത് വസ്വാമത്ത് ശഹ്റഹാ, അവളുടെ റമളാന്റെ സമയത്തെ നോമ്പ് കൃത്യമായിട്ട് അവൾ എടുക്കുന്നുണ്ടോ, എന്നാൽ അവൾക്ക് 2 കാര്യം, രണ്ടാമത്തെ കാര്യം രക്ഷപ്പെട്ടു. ആദ്യം പറഞ്ഞത് നിസ്കാരാണ്, അതിൽ അല്ലാഹു അവധി കൊടുത്തിട്ടുണ്ട്, ഖളാ വീട്ടേണ്ടതുമില്ല. ആദ്യം 4 കാര്യമുള്ള, അതിൽ ആദ്യത്തെ നിസ്കാരാണ്, അതിൽ അല്ലാഹു അവധി കൊടുത്തു, ഖളാ വീട്ടണ്ട. രണ്ടാമത്തേത് നോമ്പാണ്, അല്ലാഹു അതിൽ പിന്നെയും അവധി കൊടുത്തു. ഈ അവധി കൊടുത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സ്ത്രീകൾക്ക് നിസ്കരിക്കാനും നോമ്പ് പിടിക്കാനും പറ്റാത്ത സമയമുണ്ട്. ഒരു മാസത്തിൽ 5-6 ദിവസം നിസ്കാരവും വേണ്ട, അത് റമദാൻ വരുമ്പോ നോമ്പും വേണ്ട. ആ നോമ്പ് 1 കൊല്ലത്തിനുള്ളിൽ എപ്പോഴേലും ഖളാ വീട്ടിയാൽ മതി. 5-6 നോമ്പ് 1 കൊല്ലത്തിനുള്ളിൽ ഖളാ വീട്ടിയാൽ മതി.
അവിടെയും അള്ളാഹു അവധി കൊടുത്തു. ആകെ 4 കാര്യമുള്ളൂ. അതിൽ ആദ്യത്തെ 2 എണ്ണത്തിൽ നല്ല വിട്ടുവീഴ്ചയുണ്ട്. അപ്പൊ ഇനി പറയാൻ പോണ 2 എണ്ണത്തില് എത്ര കർശനമായിരിക്കും ഇനി പറയാൻ പോകുന്ന ആ 2 കാര്യം അവളുടെ ഭർത്താവിൻ്റെതാണ്. അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാതെ ഭർത്താവിന് വേണ്ടി അവൾ പരിമിതപ്പെടുത്തുന്നോടത്ത് അവൾക്ക് സ്വർഗത്തിന്റെ ആധികാരിക പ്രവേശമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതൊരു പ്രദർശനമല്ല, അത് തന്റെ ഭർത്താവിന് വേണ്ടിയുള്ളതാണ്. 4-മത്തേത് ഭർത്താവ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം പറയാതെ ചെയ്യാൻ കഴിയുന്ന ഒരു പെണ്ണിന്റെ വിവേകം സയ്യിദുനാ റസൂലുള്ളാഹി. പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? പറഞ്ഞിട്ട് വരുമ്പോ തന്നെ ചായ ചോദിക്കും. അപ്പൊ ചായ ഉണ്ടാക്കാൻ പോവാതെ വരുമ്പോഴേക്ക് ചായ ഉണ്ടാക്കി വെക്കാം. പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം പറയാതെ ചെയ്യാൻ കഴിയുന്ന പെണ്ണിന്റെ വിവേകം എന്ന് ഞാൻ ഹദീസിന് അർത്ഥം പറഞ്ഞത്, പറഞ്ഞെന്തായാലും അവൾ ചെയ്തേ പറ്റൂ. പറഞ്ഞാൽ എന്തായാലും അവൾ ചെയ്തേ പറ്റൂ. അപ്പൊ പറയാതെ അവൾ ചെയ്യാൻ കാണിക്കുന്ന ഒരു വിവേകമുണ്ട്. അതൊരു പെണ്ണിന് സ്വർഗത്തിൽ പോവാനുള്ള, വേഗത്തിൽ സ്വർഗത്തിലെത്താനുള്ള 4-മത്തെ കാര്യമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സിദ്ദീഖ് എന്ന പദവിയിലേക്ക് ഒരു പെണ്ണ് എത്തിയാൽ, അല്ലാഹുവേ എന്തൊരു വലിയ പദവിയാണത്! സിദ്ദീഖ് എന്ന പദവി ഇബ്രാഹിം നബിയുടെ പദവിയാണ്. സിദ്ദീഖ് എന്ന പദവി സക്കരിയാ നബിയുടെ പദവിയാ. സിദ്ദീഖ് എന്ന പദവി ഇദ്രീസ് നബിയുടെ പദവിയാ. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയാ. ഇബ്രാഹിം നബി ഓർക്ക് മഹാനവരകൾ സിദ്ദീഖുമായിരുന്നു, നബിയുമായിരുന്നു. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ നുബുവത്തിന് മുമ്പോ ശേഷോ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല, ലൈഫിൽ ഒരു കുറ്റം ചെയ്യാത്ത ആളാ സിദ്ദീഖ്. പിന്നെയും ഖുർആൻ പറഞ്ഞു വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സിദ്ദീഖൻ നബിയാ വറഫഅനാഹു മകാനൻ അലിയാ. മഹാനായ ഇദ്രീസ് നബി സിദ്ദീഖായിരുന്നു. ഉന്നതമായ സ്ഥലങ്ങളിലേക്ക് മഹാനവരുകളെ നാം ഉയർത്തി. അതായത് മരിക്കാതെ സ്വർഗത്തിൽ പോയെന്ന് അതിനർത്ഥം. അത്രയും വലിയ പദവി. പിന്നെയും പറഞ്ഞു സിദ്ദീഖുണ്ട് മൽ മസീഹ് ഇബ്നു മറിയമ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ വ ഉമ്മുഹു സിദ്ദീഖാ. ഈസ നബിയെ കുറിച്ച് പറഞ്ഞു. ഈസ നബിയുടെ ക്വാളിറ്റി, ഈസ നബിയുടെ ഉമ്മാന്റെ ക്വാളിറ്റിയാ. ഈസ നബിയെ ഖുർആൻ വിളിച്ചത് മുഴുവനും ഈസ ഇബ്നു മറിയം. ഈസ നബിയെ ഖുർആനിൽ പറഞ്ഞത് 25 അടുത്ത്, മറിയമിനെ പറഞ്ഞത് 34 അടുത്ത്. ഈസ നബിയുടെ പേരിൽ സൂറത്ത് ഖുർആനിൽ കാണുന്നില്ല, എന്നാൽ മറിയമിന്റെ പേരിൽ സൂറത്തുണ്ട്. ഈസ നബിയുടെ ക്വാളിറ്റി മറിയം ബീവിയുടെ പറഞ്ഞു ഖുർആൻ. ആ മറിയമിനെ കുറിച്ച് റളിയല്ലാഹു അൻഹ അല്ലാഹു വിശേഷിപ്പിച്ചു വ ഉമ്മുഹു സിദ്ദീഖ. മറിയം ബീവി ഏത് പദവിയുള്ള ആളാ? സിദ്ദീഖ്. ഒരു പെണ്ണിന് സിദ്ദീഖിന്റെ പദവിയിൽ കിട്ടിയാൽ ആ പെണ്ണിന് ഒരു സിദ്ദീഖിന്റെ പദവിയല്ല 70 സിദ്ദീഖിന്റെ പദവി കിട്ടും. 70 സിദ്ദീഖിന്റെ പദവി കിട്ടും. ഒരു ഹദീസ് കേട്ടോളൂ. അബൂ നുഐമിന്റെ ഹില്യയിൽ കാണാം ഹദീസ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു ഇന്ന ഫുജൂറൽ മർഅത്തിൽ ഫാജിറ കഫുജൂരി അൽഫി ഫാജിർ. ഒരു പെണ്ണ് ചീത്തയായാൽ, ഒരു നാട്ടിൽ ഒരു പെണ്ണ് ചീത്തയായാൽ 1000 ആണ് ചീത്തയാകുന്നതിനേക്കാളും മോശമാ. 1000 ചീത്ത ആണുങ്ങളുള്ളതും ഒരു നാട്ടിൽ ഒരൊറ്റ പെണ്ണ് ചീത്തയായതും ഉണ്ട് എങ്കിൽ അപകടം കൂടുതൽ ആ ഒറ്റ പെണ്ണിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട്? ഒരു സമൂഹത്തെ പടയ്ക്കാൻ ഇവളുടെ സ്വാധീനം വലുത് തന്നെയാ. നെപ്പോളിയൻ പറഞ്ഞ പോലെ വലത് കൈ കൊണ്ട് അവള് തൊട്ടിലാട്ടുമ്പോഴും ഇടത് കൈ കൊണ്ട് ലോകത്തിന്റെ സമാധാനമാ അവള് കാത്തു സൂക്ഷിക്കാ. അത്രത്തോളം ഒരു പെണ്ണിന്റെ ജീവിത സ്വാധീനം വലുത്. സയ്യിദുനാ റസൂലുള്ളാഹി വ ഇന്ന ബിർറൽ മർഅത്തിൽ മുഅ്മിന. ഒരു മൂമിനത്തായ ഒരു പെണ്ണ് ഉണ്ടാവാ, അവൾ ചെയ്യുന്ന അമലുകൾ 70 ആണുങ്ങൾ സിദ്ദീഖ് എന്ന പദവിയിലെത്തിയാൽ ചെയ്യുന്ന അമലാണ് ഒരു പെണ്ണ് ഒരു നല്ല ഭാര്യ ചെയ്യുന്ന അമലുകൾക്കെന്ന് റസൂലുള്ളാഹി. അപ്പൊ എന്താണ് ഇവൾക്ക് ഈ പദവി കിട്ടിയത്? അവൾക്ക് ആ ഭർത്താവിനോടുള്ള കാന്തിക ബന്ധം.
ഭർത്താവുമായുള്ള നല്ല ബന്ധം. അള്ളാഹുവിന്റെ ഹബീബ് അവൾക്ക് ജിഹാദ് ചെയ്ത കൂലി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാന്നറിയോ? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ജിഹാദുൽ മർഅതി, ഒരു പെണ്ണിന്റെ ജിഹാദ് ഹുസ്നുൽ തബഉൽ, ഭർത്താവിന് വേണ്ടി ചമഞ്ഞൊരുങ്ങലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഹബീബിന്റെ കുടുംബത്തിൽ ഒരു പെണ്ണ് മറയ്ക്ക് പിന്നിൽ നിന്നൊരു കത്ത് കൊടുത്തു നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി ആ കത്ത് കണ്ടു, കത്ത് കൊടുത്ത ആളെ മനസ്സിലായി. ചോദിച്ചു, മോളെ നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? അതേ നബിയെ. എന്നിട്ട് എന്തേ നിന്റെ കയ്യിൽ മൈലാഞ്ചിയില്ലല്ലോ? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹശേഷം പെണ്ണിന് മൈലാഞ്ചിയിടൽ സുന്നത്ത്, വിവാഹത്തിന് മുമ്പ് പെണ്ണ് മൈലാഞ്ചിയിടൽ കറാഹത്ത്. അപ്പൊ മണവാട്ടി നിക്കാഹിന് മുമ്പ് മൈലാഞ്ചിയിടൽ എന്താണ്? കറാഹത്ത്. ആണിന് ഹറാമ്. തലമുടി വെളുത്തതൊക്കെ ഒന്ന് ചോപ്പിക്കാൻ വേണ്ടി ഇടാം എന്നല്ലാതെ ആണിന് മൈലാഞ്ചിയിടൽ ഹറാം. ഭാര്യയാണോ മൈലാഞ്ചിയിടൽ സുന്നത്താണ്. ഒരു പെണ്ണ് ചമഞ്ഞൊരുങ്ങലാണ്, ഭർത്താവിന് വേണ്ടി ചമഞ്ഞൊരുങ്ങണം. ആ ചമഞ്ഞൊരുങ്ങൽ അവളുടെ ജിഹാദ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സൂറത്തുൻ നിസാഇന്റെ വ്യാഖ്യാനം റൂഹുൽ ബയാനിൽ ഹദീസ് കാണാം. എന്റെ പ്രിയമുള്ളവരെ, ആ രീതിയിൽ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ ഒരു പെണ്ണിനെ കുറിച്ച് റസൂലുള്ളാഹിയുടെ മുന്നിൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ഹബീബ് എന്റെ അന്വേഷണം പറയേ, എന്റെ സലാമ മഹദിയോട് പറയേ എന്ന് ഒരു ഭാര്യയോട് അങ്ങോട്ട് പറഞ്ഞേൽപ്പിക്കാൻ ഭർത്താവിനോട് നിർദ്ദേശിക്കുന്നുവെങ്കിൽ ഹബീബ് എത്ര കണ്ടത് ഉൾക്കൊണ്ടു എന്നതാണ്. ഒരു പെണ്ണുണ്ടായിരുന്നു അള്ളാന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ. അവളുടെ പ്രത്യേകത എന്തെന്നറിയുമോ? തസ്തഖ്ബിലു സൗജഹാ ഇദാ ദഖല. വീട്ടിലേക്ക് ഭർത്താവ് വരുമ്പോൾ ആദ്യം കാണാൻ വേണ്ടി അവൾ മുന്നിൽ ചെന്ന് നിന്നു കൊടുക്കും. അതിൻ്റെതായ ഒരു അദബില്, അച്ചടക്കത്തിൽ സ്വീകരിക്കാ. ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നു പുണ്യ മദീനയിൽ. ഇദാ ദഖല, ഭർത്താവ് വരുമ്പോ തസ്തഖ്ബിലു, അവള് ചേർന്ന് നിന്നുകൊണ്ട് സ്വീകരിക്കുമായിരുന്നു. ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി മദീനത്തെ പെണ്ണിങ്ങനെ ചേർന്ന് നിന്നു. പിന്നെയോ ഹബീബിനോട് സ്വഹാബി പറയാ, എന്റെ ഭാര്യ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ പറയും, മർഹബം ബിസയ്യിദി, എന്റെ നേതാവേ, എന്റെ നായകരെ, എന്റെ പ്രിയപ്പെട്ടവനെ, എന്റെ എല്ലാം എല്ലാമേ, അങ്ങേക്ക് സ്വാഗതം വന്നാലും ഈ കുടുംബത്തിന്റെ നായകരെ കളിയാക്കി പറയാല. അതിനൊരു ട്യൂണുണ്ട്. അങ്ങനെ നല്ല വാക്കുകൊണ്ട് സന്തോഷിപ്പിച്ച് കുടുംബത്തിലേക്ക് കയറ്റും. എന്നിട്ടോ അവനിട്ടിരിക്കുന്ന വസ്ത്രം അഴിച്ചു മാറ്റാൻ വേണ്ടി അവള് സഹായിച്ച്, ഒരു ലുങ്കിയാണ് ഉടുക്കേണ്ടത് എങ്കിൽ അതുമായി അവള് നോക്കി നിൽക്കും. അങ്ങനെയുണ്ട്. ഇതാ ഒക്കെ വാർക്കയുടെ മുകളിൽ അലക്കിയിട്ടിരിക്കുക, ടെറസിന്റെ മുകളിൽ. അത് അവിടെ കിടക്ക. ഇനി ഇത് ഇട്ടേക്കണത് മാറ്റി ആ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ സാധു അവിടെ കയറണം. കാരണം അത് ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടില്ല. വരുമ്പോഴേക്കായി ഇട്ടുമാറേണ്ട വസ്ത്രവുമായി അവൾ നോക്കി നിൽക്കുമായിരുന്നു. അവളെ പറ്റി പറഞ്ഞു, ഈ പെണ്ണിന് ഖുർആൻ ഓതുന്ന കാര്യങ്ങളോ ഇവള് തഹജ്ജുദ് നിസ്കരിച്ച കാര്യമോ അല്ല പറയുന്നത്. റസൂലുള്ളാഹിയുടെ മുന്നിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി പറയാ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഭർത്താവിന്റെ ഉത്തിരിയം, അതായത് തോളിലൂടെ ഇട്ടിരുന്ന, അറബികൾ ഇട്ടിരുന്ന ഷാള് ഈ സഹാബി ഊരി വെക്കുന്നതിന് മുമ്പ് അത് ഊരന്റെ ദിശ മനസ്സിലാക്കി അവൾ ഇങ്ങനെ ഊരി അത് എടുത്തു വെക്കും. എന്നിട്ടോ ഈ ഭാര്യ ഭർത്താവിന്റെ ചെരുപ്പിന്റെ ഭാഗത്തേക്ക് ചെല്ലും. കാലിലെ ചെരുപ്പ് ഊരണല്ലോ, ഇവിടെ ഊരിക്കൊടുക്കും. അവളത് ഊരിക്കൊടുക്കുമായിരുന്നു. എന്നിട്ടോ ഭർത്താവിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കും. എന്തേ സങ്കടം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾ അവനോട് ചോദിക്കും, ഭർത്താവിനോട് ചോദിക്കും, എന്താ മുഖത്ത് സങ്കടം കാണുന്നല്ലോ, ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. മനുഷ്യ, നിങ്ങളുടെ ടെൻഷൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള സങ്കടമാണ് എങ്കിൽ ആ സങ്കടം അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മൾ ദ്വാരക്കും. പടച്ചോന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്ന സങ്കടാണെങ്കിൽ, അള്ളാഹുവിന്റെ തൃപ്തിയാണ് എങ്കിൽ, ആഖിറത്തിന്റെ കാര്യമോർത്ത് സങ്കടപ്പെടുന്നതാണ് എങ്കിൽ അത് നല്ല സങ്കടല്ലേ. അള്ളാഹു നിങ്ങൾക്കത് കൂട്ടിത്തരട്ടെ. എന്താ സങ്കടം? ഒന്നുമില്ല പെണ്ണേ, ഞാൻ എല്ലാ
എല്ലാ ദിവസവും ഇശാഇന്റെ ജമാഅത്ത് കൃത്യമായി പള്ളിയിൽ കിട്ടാറുള്ളതാ. ഇന്ന് വന്നപ്പോ നിസ്കാരം കഴിഞ്ഞു, എനിക്ക് സങ്കടായി. അങ്ങനെ പറയുന്ന ഭർത്താവാണ് എങ്കിൽ ഭാര്യ പറയുമായിരുന്നു, അന്ന് പറഞ്ഞിരുന്നു, ആഖിറത്തിന്റെ വിഷയത്തിലെ സങ്കടമാണ് എങ്കിൽ ആ സങ്കടം ഇനിയും ജീവിതത്തിൽ വേണ്ടതാ, അത് ഉണ്ടാവട്ടെ എന്നവൾ പറയുമായിരുന്നു. അങ്ങയുടെ സങ്കടം ദുനിയാവിന്റെ കാര്യത്തിലാണ് എങ്കിൽ ആ സങ്കടം വേണ്ട. അല്ലാഹ് ഉണ്ടല്ലോ നമുക്ക്, ഇനി എന്തിനാ ദുനിയാവിന്റെ കാര്യത്തിൽ സങ്കടപ്പെടുന്നത്? ഇങ്ങനെ പറഞ്ഞ ഭർത്താവിനെ സന്തോഷിപ്പിക്കുമായിരുന്നു അവള്. മാത്രവുമല്ല, ഹബീബിന്റെ മുന്നില് ഈ പെണ്ണിന്റെ ഒരു സാധാരണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചപ്പോൾ ഫഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, റസൂലുള്ളാഹി പറഞ്ഞു ആ സ്വഹാബിയോട്, യാ ഫുലാൻ, ആ മഹദിയുടെ ഭർത്താവാകുന്ന സഹോദരാ, അഖ്രിഹാ ബിന്നിസ്സലാം, എന്റെ ഒരു അസ്സലാമു അലൈക്കും അവളോട് പറയണേ. സയ്യിദുനാ റസൂലുള്ളാഹി, ആ പെണ്ണ് ഒരുപാട് അമൽ ചെയ്തു എന്നല്ല ഇവിടെ പറഞ്ഞത്, അവള് ചെയ്ത പണികൾ ഇതൊക്കെയാണ്. സ്വാലിഹത്തായ ഭാര്യയാണോ? 5 അടയാളമുണ്ട്. അപ്പൊ നമ്മുടെ സഹോദരിമാർക്ക് ആലോചിക്കാം, ഈ 5 അടയാളം എനിക്കുണ്ടെങ്കിൽ ഞാൻ സ്വാലിഹത്തായ ഭാര്യ, ഇതിൽ 4 ഉള്ളെങ്കിൽ 6 കൂടി പൂർത്തീകരിക്കാം. സാലിഹത്തായ ഭർത്താക്കന്മാർക്കും അടയാളം ഉണ്ടോ? സാലിഹായ ഭർത്താവിന്റെ സമയമുണ്ടെങ്കിൽ പറയാം, ഇൻഷാ അല്ലാഹ്. അല്ലെ പിന്നെ എപ്പോഴും പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാലിഹത്തായ ഭാര്യയിൽ 5 അടയാളം. വഅലാമത്തു സൗജത്തി സ്സാലിഹ ഇൻദ അഹ്ലിൽ ഹഖീഖ. മഹാന്മാർ പഠിപ്പിക്കുന്ന റൂഹുൽ ബയാൻ തന്നെ രേഖപ്പെടുത്തുന്നു, സൂറത്തുൻ നിസാഇന്റെ വ്യാഖ്യാനം. സ്വാലിഹത്തായ ഭാര്യയാണോ എന്റെ ഭാര്യ തിരിച്ചറിയാം 5 അടയാളം. ഒന്നാമത്തേത്, അൻ യകൂന ഹുസ്നുഹാ മഖാഫത്തുല്ലാഹ്, അവളെ കാണാൻ ഏറ്റവും സൗന്ദര്യം എപ്പോഴെന്നറിയുമോ? അല്ലാഹനെ പേടിച്ചവള് കരയുന്ന നേരത്ത് ഭാര്യയെ കാണാൻ ഏറ്റവും സൗന്ദര്യം. അവൾ സൂറത്തുൽ വാഖിഅ ഓതുമ്പോ ഭാര്യയെ കാണാൻ ഏറ്റവും സൗന്ദര്യം. അവൾ നിസ്കരിക്കുമ്പോ, ഖുർആൻ ഓതുമ്പോ, നല്ല കാര്യം ചെയ്യാൻ വേണ്ടി അവൾ മുന്നോട്ട് വരുമ്പോൾ അവൾക്ക് എന്തോ ഒരു ചന്തമാ അങ്ങനെ അനുഭവപ്പെടുന്നു. നിന്റെ ഭാര്യ സൗന്ദര്യമുള്ളവളാണ് എന്നതിനപ്പുറം അവള് സ്വാലിഹത്താ. ഒന്നാമത്തെ അടയാളം അതാണ്. രണ്ടാമത്തേത്, ഇല്ലായ്മയിലും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ഭാര്യക്ക് കഴിയുന്നുവെങ്കിൽ ആ പെണ്ണിനെ കാണുമ്പോൾ നിനക്കൊരു സമ്പന്നയെ പോലെ തോന്നാം. ഇല്ലായ്മയിലും ആ 2 ഉള്ളിയും ഒരു മുളകും ചാലിച്ച ഉച്ചക്ക് നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാവുന്ന, അല്ലെങ്കിൽ പെണ്ണുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ബറക്കത്ത് അവള് വേഗത്തിൽ ഉണ്ടാക്കുന്ന ചില ചെറിയ കറിക്കൂട്ടുകളാണെന്ന് റസൂലുള്ളാഹി. മനസ്സിലായോ? ചെറിയ കറിക്കൂട്ടുകൾ പെട്ടെന്ന് ഉമ്മമാരൊക്കെ വേഗം ഒരു ചമ്മന്തി അല്ലെങ്കിൽ വേറെ പെട്ടെന്ന് ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമുണ്ട്, അതിന് വലിയ ബർക്കത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ സമ്പന്നയാണെന്ന് തോന്നിപ്പോകും. എപ്പോഴാണെന്നറിയുമോ? ഇല്ലായ്മയിലും ഉള്ളത് കൊണ്ട് തൃപ്തിയോടെ ജീവിക്കാൻ അവൾ കാണിക്കുന്ന ത്യാഗം കാണുമ്പോ. ഒരു കുളി സോപ്പ് മേടിച്ചാൽ അത് 2ആയി മുറിച്ച് 2 ബാത്റൂമിൽ വെച്ചു. മഴ വരുന്നതിന് മുന്നേ തുണി അലക്കാൻ വെച്ച ആ സോപ്പ് മഴ കൊണ്ട് അലിഞ്ഞു പോവാതെ നേരത്തെ എടുത്തു വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം അവൾക്ക് വാങ്ങിക്കൊടുത്ത വസ്ത്രത്തിൽ ഒരു കീറൽ വന്നപ്പോൾ അവളുടെ തയ്യൽ മെഷീനിൽ വെച്ചത് അവൾ നേരെ സ്റ്റിച്ച് ചെയ്ത് പഴയത് പുതിയതുപോലെ ഉപയോഗിക്കുന്നു. അങ്ങനെയുണ്ട്. കുട്ടികള് പർച്ചേസ് ചെയ്യാനൊന്നും ഒരു മടിയില്ലല്ലോ. ഒരു വീടിന്റെ മുറ്റത്തേക്ക് എന്ന ചെരുപ്പ് എത്ര ജോഡിയാ? ചില വീടിന്റെ മുറ്റത്തേക്ക് എന്ന ലാത്തി ചാർജ് കടന്നു തോന്നിപ്പോവും. കാരണം ആ മാതിരി ചെരുപ്പ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒക്കെ ആയിട്ട് ഇവിടെ എന്തോ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട്. ചെരുപ്പൊക്കെ കിടക്കണുണ്ട്, അങ്ങനെ തോന്നാം. ഭാര്യ പഠിപ്പിക്കണം. മോനെ, ഉമ്മ പറയട്ടെ, ഉപ്പാന്റെ കയ്യിൽ കാശ് കുറവാ, അതുകൊണ്ട് ഈ കൊല്ലം കൂടി സ്കൂളിലെ ബാഗ് കൊണ്ടോ മോനെ. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലുണ്ടല്ലോ, കഴിഞ്ഞ വർഷം നമ്മൾ ഉപയോഗിച്ച നോട്ട്ബുക്കിലെ എഴുതാത്ത പേജുകൾ പറിച്ചെടുത്തിട്ട്, അങ്ങനെ എല്ലാം പറിച്ചെടുത്തിട്ട് ഒരു ബുക്കായിട്ട് ഒന്നുകിൽ സ്വന്തം ബൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ പ്രസ്സിൽ കൊടുത്ത് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബുക്ക് മേടിച്ച് എഴുതിയ ആൾക്കാരൊക്കെ അല്ല നമ്മളൊക്കെ. പറ്റൂല. ഇന്ന് അവര് അതിങ്ങനെ പഠിപ്പിക്കാനും ഇല്ലായ്മ പറയാനും കുടുംബത്തിൽ ഉള്ള കഷ്ടപ്പാട് അറിയിക്കാനും മക്കളുടെ മുന്നിൽ ഭാര്യ ഇല്ലായ്മയിൽ രാജകീയമായി ജീവിക്കുന്ന പോലെ നമുക്ക് തോന്നും. അത് സ്വാലിഹത്തായ പെണ്ണിന്റെ ലക്ഷണമാണ്. മൂന്നാമത്തേത്, അവളുടെ ആഭരണം എന്ന് പറഞ്ഞാൽ നല്ല വർത്തമാനം. അവളുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഒരു 5 പവന്റെ മാല ഇട്ട സൗന്ദര്യം തോന്നാം.
അവളുടെ ആഭരണം എന്ന് പറഞ്ഞാൽ അവളുടെ നല്ല പെരുമാറ്റം, അതാണ് അവളുടെ ആഭരണം. അങ്ങനെ നമുക്ക് തോന്നിപ്പോകും. ഒരുപാട് ആഭരണം ഇട്ടിട്ട് ഈ പറപ്പാട്ട് ജ്വല്ലറിയുടെ പരസ്യമാതിരി, ജോസ്കോയുടെ പരസ്യമാതിരി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കാണുന്ന എന്തോന്ന് കോലമുള്ളത്. അതല്ലല്ലോ ഒരു നല്ല വർത്താനം അല്ലേ? ഭർത്താവിനോട് നല്ലൊരു വർത്താനം. കുടുംബത്തിൽ ഭർത്താവിന്റെ ഉമ്മ വന്നു, വാപ്പ വന്നു, നല്ല വർത്താനം, നല്ല പെരുമാറ്റം. എന്തൊരു സൗന്ദര്യമാണ്! ആഭരണം കൊണ്ടുണ്ടാവുന്ന സൗന്ദര്യത്തെക്കാളും വലിയ സൗന്ദര്യം. എന്നാൽ അത് സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുക. പിന്നെ കാണാം അവളുടെ ഇബാദത്ത്, അള്ളാഹു ഫറലാക്കിയ കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. അവൾ ഇബാദത്തുള്ളവളാണോ എന്ന് പരിശോധിക്കാൻ അൽ ഖിദ്മത്തു ലിസ്സൗജ്, ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, ഭർത്താവിന്റെ ഇസ്തിരി ഇട്ട് കൊടുക്കാൻ, എത്രത്തോളം ഭർത്താവിന്റെ നഖം മുറിക്കുന്നത് പോലും അവളാണെന്ന് പറയും വിധം അവർക്കിടയിൽ ഒരു സ്നേഹത്തിന്റെ കെമിസ്ട്രി അത് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ അതൊരു സാലിഹത്തായ പെണ്ണിന്റെ അടയാളം. ഇങ്ങനെ 5 അടയാളങ്ങൾ. 5ാമത്തെ അടയാളം കേട്ടോളൂ. അവളുടെ വിചാരം, ഞാൻ മരിച്ചു പോവേണ്ടവളല്ലേ എന്നൊരു തോന്നല്. ആ നിലക്കാണ് അവളുടെ ജീവിതം പോകുന്നത്. ഒരു ആത്മീയ ചിന്ത, അതാണ് അവളുടെ ചിന്ത എങ്കിൽ സാലിഹത്തായ പെണ്ണിന്റെ 5ാമത്തെ അടയാളം അത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഭാര്യ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മറക്കാൻ പറ്റാത്ത വരികള്, അവളെ കുറിച്ചുള്ള ഒരു വലിയ സങ്കല്പം നമ്മുടെ മുന്നിൽ തരാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ ആവണം. ചില ആണുങ്ങളുണ്ട്, ആ പഴയ ടീഷർട്ടും ആ കീറിയ ലുങ്കി അല്ലാണ്ട് മൂപ്പർക്ക് അതിനപ്പുറത്തേക്ക് വേറൊരു യൂണിഫോം ഇല്ല. പിന്നെ ഉള്ള ഒരു അടയാളം എന്ന് പറഞ്ഞാൽ മീശയാണ്. അത് വായിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ചായ ഒക്കെ കുടിച്ചത് അതിന്റെ ഇടയിൽ ഇരിപ്പുണ്ടാവും, പായസം കുടിച്ചതാണ് അതിന്റെ ഇടയിലുണ്ടാവും. ഒന്ന് വൃത്തിയാവോ? മൂപ്പർക്ക് ആ യാതി സ്വഭാവങ്ങൾ എപ്പോഴും ഏറ്റവും ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ താല്പര്യം തന്നെ ഉണ്ടാവില്ല, ഏത് കോലത്തിൽ നടന്നാലും വേണ്ടില്ല എന്നുള്ളതാവും. അങ്ങനെയല്ല, ഒരു കൺസെപ്റ്റ് ഉണ്ടാവണം, എല്ലാ കാര്യങ്ങളിലും ഒരു സങ്കല്പം ഉണ്ടാവണം. ഇദ്ദേഹത്തോട് പറയുന്നത് ഇങ്ങനെ നടക്കുക, ആ തലമുടിയൊക്കെ ആ കോലത്തിൽ കാണിക്കാതെ മര്യാദക്ക് ഈ പെട്ടിയോട്ടർഷയിൽ വൈക്കോല് കയറ്റിയ മാതിരിയുള്ള തലമുടി അതൊക്കെ ഒന്ന് കൊണ്ടുപോയി വെട്ട് മനുഷ്യ. ആ തലമുടിയൊക്കെ ഒന്ന് എണ്ണ തേക്കുക, ഒന്ന് നന്നായിട്ട് തേക്കാം, മീശൊക്കെ ഒന്ന് നന്നാക്കി എന്താ അരമ മാതിരി ആ ദുൽഖർ സൽമാന്റെ മാതിരിയൊക്കെ ഒന്ന് നടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാ ചെയ്തു കൊടുക്കണം. നല്ല ഡ്രസ്സിൽ നടക്കാൻ പറഞ്ഞാൽ നല്ല ഡ്രസ്സിൽ നടക്കണം. അത് ഇക്കാക്ക് പറ്റൂല കേട്ടോ. ആ ഡ്രസ്സ് അത് മാറ്റിക്കള, വേറെ വേറെ ഏതാ നിനക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം പറ. ആ നിനക്ക് ഇഷ്ടമുള്ളത്. അങ്ങനെയാണ് പഴയ കാലത്ത് നമ്മുടെ കുടുംബത്തില് ഉമ്മാക്കുള്ള ഡ്രസ്സായിട്ട് ഉമ്മാനെയും കൂട്ടിയിട്ട് വാപ്പ കൊടുങ്ങല്ലൂർ സീമാസിൽ പോവില്ല. ഉണ്ടോ? കുറവാണ്. കൊടുങ്ങല്ലൂർ സീമാസില്ലാന്ന് തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ കല്യാൺ സിൽസിൽ പോവില്ല. എന്തേ? ആ പോനായിക്ക് ഏതെങ്കിലും പറഞ്ഞ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരും, അതങ്ങോട്ട് കൊടുക്കും. അങ്ങനെയുണ്ട്. ഈ വീടുകളിൽ കൊണ്ടുവന്ന് തുണി വിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോഴുണ്ട് ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട് ഒരു ഷർട്ടിന്റെ പീസ് വാങ്ങി. മൂപ്പരോട് ചോദിച്ചിട്ടൊന്നുമില്ല, അത് മൂപ്പരിട്ടാൽ ഒരു ഭംഗിയുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? ചിത്രവിളക്കാണ് ഭാര്യ, എണ്ണ പറ്റാത്ത ചിത്രവിളക്ക്. എസ് രമേശന്റെ ഈ വരി ഞാൻ വായിച്ചപ്പോ ഞാൻ ഓർത്തു, ഒന്നുകിൽ മൂപ്പര് കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മൂപ്പര് കല്യാണത്തിന് മുമ്പായിരിക്കും ഇത് എഴുതിയത്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂത്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്രവിളക്കാണ് ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. പട്ടിണി ഉണ്ടാവില്ല എന്ന് അവളുടെ കൂടെ കൂടിയ അത്രയും അവൾ ഊട്ടും. അതാണ് എന്റെ ഭാര്യ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യ ദേവിയാണെപ്പോഴും ഭാര്യ. മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ. കണ്ണുനീർ തുള്ളിയൽ മഴവില്ല് തീർക്കുന്ന സ്വർണപ്രഭാവമയി ഭാര്യ. കാര്യത്തിൻ മന്ത്രിയും കേട്ടോ, കാര്യത്തിൻ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. കാര്യത്തിൽ മന്ത്രി, കാര്യത്തിൽ ദാസി. നമ്മുടെ വീട്ടിൽ അഭിപ്രായം ചോദിക്കണം അവരോട്. അപ്പൊ അവള് മന്ത്രി പറയുന്ന പോലെ പറയും. ആരോട് പറയും? രാജാവിനോട് പറയും. നമ്മുടെ ഈ പ്രമേയത്തിൽ പറഞ്ഞ ഭർത്താവ് രാജാവാ. മന്ത്രിയോട് ആലോചിക്കണം, ഈ മന്ത്രി എവിടെ ഇരിക്കുക? രാജാവിന്റെ ശിരസിലായി മന്ത്രി ഇരിക്കുക. അങ്ങനെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാർ പഠിപ്പിച്ചു, സാലിഹത്തായ ഭാര്യ സ്വർണത്തിന്റെ കിരീടമായി രാജാവിന്റെ ശിരസിലിരിക്കുന്ന പോലെ. എത്ര മനോഹരമായ വാക്കുകളാ ഈ മലയാളത്തിന്റെ അനശ്വരമായ വരികളിൽ നമുക്ക് കാണാനുള്ളത്. എസ് രമേശൻ നായരുടെ വരികളിൽ പറയുന്നു, ഭാര്യ എന്ന് പറഞ്ഞാൽ കാര്യത്തിൽ മന്ത്രിയാണ് അവള്. കർമ്മം ചെയ്യുമ്പോൾ ദാസിയെ പോലെ ചെയ്യും, രൂപത്തിൽ ലക്ഷ്മി. ഈ രീതിയിലാ ഭാര്യയെ വർണ്ണിച്ചിട്ടുള്ളത്.
ഇതൊരു കെമിസ്ട്രിയാ. അതിനൊരു ദുആ ഉണ്ട്, അതിനൊരു ദുആ ഉണ്ട്. ഇതിങ്ങനെ നിലനിന്ന് പോണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്ന ദുആ. പറ്റിപ്പോയല്ലോ, കുഴപ്പമില്ല, കല്യാണം കഴിച്ച കൂടുതലായിട്ട് കള്ളാ വിട്ടുകൊണ്ട് ചെയ്യുക. എന്താണ് ആ ദുആ? ആ ദുആ മുഅ്മിനീങ്ങളുടെ ലക്ഷണം. സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്ത് ഈ ദുആ പറയുന്നു. അവിടെ ആയത്തുകളുടെ ഒരു ക്രോഡീകരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, തൗബ സ്വീകരിച്ച ആളുകളായി ദുആ ഉരവിടാറുള്ളൂ. ഒരു മുത്തഖിയായ മനുഷ്യന്റെ ചുണ്ടിലായി ദുആ വരാറുള്ളൂ. വല്ലദീന യഖൂലൂൻ, മുഅ്മിനീങ്ങളുടെ പ്രത്യേകത പറയാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്തൊരു ദുആയാണല്ലോ ഇത്! ഭാര്യ ഓതുമ്പോൾ ഭർത്താവിലാണ് ഈ ദുആ, ഇത് ഭർത്താവ് ഓതുമ്പോൾ ഭാര്യയിലാണ് ഈ ദുആ, ഇത് മക്കളിലുണ്ട് ദുആ, ഇത് പേരമക്കളിലുണ്ട് ദുആ, ഇത് മരുമക്കളിലുണ്ട് ദുആ. ഈ ദുആ മതി. ഞാൻ പറയാം, സൗജ് എന്നത് ഭർത്താവ് പറഞ്ഞാൽ അത് ഭാര്യയെ കുറിച്ച്, സൗജത്ത് എന്ന് പറയണ്ട. ഒരു ഇടത്തിൽ ഭാര്യനെ കുറിച്ച് മാത്രം പറയുന്നു എങ്കിൽ, ഭർത്താവിനാണ് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യനെ പറയേണ്ടതുള്ളൂ എങ്കിൽ അവിടെ സൗജ് എന്ന് പറഞ്ഞാൽ മതി. അതായത് മുഹമ്മദുൻ വസൗജുഹു എന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ അവിടെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് സൗജത്തുഹു എന്ന് പറയണ്ട. സൗജ് എന്ന പ്രയോഗം തനിച്ചാകുമ്പോൾ അത് രണ്ടുപേർക്കും സൂട്ടാ. ആർക്ക്? ഭാര്യക്കും ഭർത്താവിനും. സാധാരണ അങ്ങനെ അറബിയിൽ താ ചേർത്താണ് പെണ്ണിനെ പറയാ. പക്ഷെ ഈ വാക്ക് ഖുർആനിൽ എത്ര രസകരമായ രീതിയിൽ അല്ലാഹു ഈ ദുആ കൊണ്ടുവന്നു. റബ്ബനാ, പടച്ച റബ്ബേ. അല്ലാഹുവിനോട് സ്നേഹം കൂടുമ്പോ, റബ്ബ് ഹൃദയത്തിൽ കേറുമ്പോൾ പറയുന്ന ഒരു പ്രയോഗമാണ് റബ്ബനാ. നല്ല ഈമാനുള്ള മനുഷ്യന്മാർ, റബ്ബനാ ഇന്നി അസ്കൗതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ ഇൻദ ബൈതികൽ മുഹറം. സയ്യിദുനാ ഇബ്രാഹിം മക്കളെ കൊണ്ടുവന്ന് ഇസ്മായിൽ നബിയെയും ഹാജർ റളിയല്ലാഹു അൻഹയും മക്കയിൽ പാർപ്പിക്കുമ്പോ അല്ലാഹ് നോക്കുമെന്ന ദൃഢമായ ഈമാനുണ്ടല്ലോ, അല്ലേ? അങ്ങനെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന മക്ക, കഅബയില്ല അന്നവിടെ, ആരുമില്ല, മണൽത്തരി, ആകാശം, സൂര്യന്റെ ചൂട്, രാവിന്റെ കൂരിരുട്ടല്ലാതെ മറ്റൊന്നുമില്ല. എത്ര ഈമാനുണ്ടെങ്കിലും അവിടെ ഉപേക്ഷിക്കാൻ തന്നെ പോലും പറയാൻ പറ്റില്ല. അവിടെ പാർപ്പിച്ചിട്ട് പോവാ. എത്ര ഈമാനുള്ള ഒരു മനുഷ്യനായിരിക്കും അത് ചെയ്യാ? ആ ഈമാനുള്ള മനുഷ്യൻ എന്ന് ദുആ ചെയ്തു. ആ ഈമാനിൽ നിന്ന് ദുആ ചെയ്തപ്പോ പുറത്തു വന്ന വാക്കാണ് റബ്ബനാ. അത്ര ഈമാനുള്ള ആൾക്ക് അത് പറയാൻ കഴിയും. അല്ലാഹു തരട്ടെ, ആ ഈമാൻ അല്ലാഹു തരട്ടെ. പ്രതീക്ഷ കൈവെടിയണ്ട, അല്ലാഹു തരും. റബ്ബനാ ഇന്നി ഞാനിവിടെ പാർപ്പിക്കാണല്ലോ. ഒരു വീട് വെച്ച് പാർക്കുന്നതിന് മസ്കൻ എന്ന് പറയാ. ഒരു വീട്ടിലെ സൗകര്യം മുഴുവൻ ഇവിടെ ഉണ്ടാവും. എനിക്കെന്റെ പ്രതീക്ഷ, ഞാൻ ആരെ വിളിച്ചത്? എന്റെ റബ്ബിനെ. റബ്ബെന്ന് വിളിക്കുമ്പോൾ അത്ര പ്രതീക്ഷയുള്ള അടുത്തുള്ള വിളിയാണ് റബ്ബന. ആ റബ്ബന തന്നെയാ ഇവിടെ ഉള്ളത്. ആ റബ്ബന കൊണ്ട് പറഞ്ഞു ഹബ്ലനാ, എന്റെ കഴിവ് കൊണ്ട് നടക്കൂല അല്ലാഹ്. എന്റെ പെണ്ണ് ഞാൻ പറഞ്ഞതനുസരിക്കുന്നത് എന്റെ ധീരതയല്ല. എന്റെ ഭർത്താവ് എന്നോട് സ്നേഹത്തിൽ പെരുമാറുന്നത് എന്റെ സൗന്ദര്യമല്ല. അതിന്റെ കാരണം അതൊന്നുമല്ല. ഹബ്ലനാ, നീ തന്ന എന്തോ ഒരു ഔദാര്യം. എന്നോടൊരു സഹോദരൻ ഇക്കഴിഞ്ഞ മാസം പുണ്യഹറമിൽ വെച്ച് ചോദിച്ചതാ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു വലിയ ത്യാഗം ഈ സഹോദരി വഹിക്കുന്നുണ്ട്. ഇന്നവരെ ഉസ്താദ് ഒരിക്കൽ പോലും അവൾ എന്നോട് അത് പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ല. അവള് പറ്റൂല എന്ന് ഒരിക്കൽ പറഞ്ഞാൽ എനിക്ക് അവളെ നിർബന്ധിക്കാൻ പറ്റൂല. അത് അള്ളാഹു അവളുടെ മനസ്സിൽ തോന്നിച്ചിട്ടാ അവൾ ആ ത്യാഗം എന്റെ കുടുംബത്തിന് വേണ്ടി 10-30 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല ഉസ്താദേ. എന്റെ സഹോദര, നമ്മുടെ ഭാര്യ നമ്മൾ വിളിച്ചോടത്ത് വിളി കേട്ട് വന്നാൽ അത് നമ്മുടെ ധീരതയല്ല. നമുക്ക് അള്ളാഹു തന്ന ഔദാര്യമാ അനുസരണം.
എന്റെ ഭർത്താവ് എന്നോട് ഇഷ്ടമുള്ളവനാ, അത് നമ്മുടെ സൗന്ദര്യം കൊണ്ട് കിട്ടിയതല്ല, അല്ലാഹു തന്ന ഔദാര്യമാ. ഹബ് ലനാ, ആ ഔദാര്യം നിലച്ചു പോവല്ലേ അല്ലാ, അത് ഇനിയും വേണം തമ്പുരാനെ. മിൻ അസ്വാജിന, ഈ ദുആ ഭർത്താവാണ് ദുആ ചെയ്യുന്നതെങ്കിൽ ഭാര്യയിൽ തരണേ, ഭാര്യയാണ് ദുആ ചെയ്യുന്നതെങ്കിൽ ഭർത്താവിൽ തരണേ. മിൻ അസ്വാജിന അല്ലേ, അങ്ങനെയല്ലേ അർത്ഥം? ഭാര്യയും ഭർത്താവും മാത്രം മതിയോ? ഇവിടെ ആങ്ങള് വേണ്ട. അപ്പൊ മക്കളും വേണം, മരുമക്കള് വേണം, പേരമക്കള് വേണം, എല്ലാ മക്കളെയും കൂടിയിട്ട് പറയണ വാക്കാണ് ദുർരിയത്ത്. അല്ലെ ഔലാദ് പറഞ്ഞാൽ മതി. മാ ഉലിദ ലഹു ആണ് വലത്, ആണിനും പെണ്ണിനും വലത് പറഞ്ഞാൽ മതി, ഔലാദ് പറഞ്ഞാൽ മതി. ഔലാദ് പറഞ്ഞാൽ ദുർരിയത്തെ, പേരക്കുട്ടി മരുമക്കളും കയറണം, എല്ലാരും കയറണം. ഈ ദുആഇലൊരു അർത്ഥവിശാലത നോക്കണേ. പടച്ചോനെ നീ ഓസാരമായി ഞങ്ങളുടെ ഭർത്താവിൽ തരണേ, ഭാര്യയിൽ തരണേ, അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളിലും പേരമക്കളിലും മരുമക്കളിലും തരണേ. ഖുർറത അഅ്യുൻ, ഇന്ന് നോക്കിയാൽ സന്തോഷം കിട്ടണേ. ഞാൻ നോക്കുമ്പോ എന്റെ കണ്ണിന് സന്തോഷം കിട്ടണം, എന്റെ കണ്ണിന് വേറൊരിടത്ത് നോക്കാൻ പോവരുത്, അത് ഈ വീട്ടിൽ നിന്ന് കിട്ടണം. വീട്ടിൽ നിന്ന് ആ നോട്ടത്തിന്റെ സുഖം കിട്ടാതെ വരുമ്പോഴാ വേറെ നോക്കാൻ പോവലും ഉണ്ടാവാ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഹറാം കാണുമ്പോ അതെന്റെ കണ്ണിന് പാടില്ലാത്തതാണെന്ന് ചിന്തിക്കാനുള്ള ബോധം അവനും അവന്റെ ഭാര്യയും തമ്മിലുള്ള കെമിസ്ട്രിയിൽ വന്ന വിള്ളൽ കൊണ്ട് നഷ്ടപ്പെട്ടു വരുന്ന ഖുർആൻ. ഈ കണ്ണുകൊണ്ട് ഇനി ഹറാം കാണല്ലേ. ഹറാം കാണാതെ എന്റെ ഭാര്യയെ കാണുന്നോടത്ത് അത് പൂർണ്ണമാവണേ അല്ലാ. ഒരു സോപ്പിന്റെ കവറിന്റെ പരസ്യത്തിന്റെ ചിത്രം, അതൊരു അർദ്ധനഗ്നയായ പെണ്ണിന്റെ ചിത്രമാണെങ്കിൽ വെറുപ്പോടുകൂടെയാ ഞാൻ അങ്ങോട്ട് നോക്കിയുള്ളൂ എന്ന് മനസ്സിൽ തട്ടി പറയാൻ ഒരാളുടെ ഈമാനിനെ ഉത്തേജിപ്പിക്കുന്നത് അവന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ്. ഈ രീതിയിൽ എന്റെ കുടുംബത്തിൽ നിന്നും കിട്ടണേ അല്ലാ. വജഅൽനാ, ഈ ദുആ ചെയ്യുന്ന എന്നെ ലിൽ മുത്തഖീന ഇമാമ, അവര് മുത്തഖീങ്ങളായി വളർന്നു വരുമ്പോ, ജീവിച്ചു പോരുമ്പോ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് അവരെ നയിക്കുന്ന നേതൃത്വമാക്കണേ. ആരെ? ഈ ദ്വാരം നാളെ അവരെ നന്നാക്കണേ. അവരും അങ്ങനെ ഉണ്ടല്ലോ, അവരെ നന്നാക്കണേ എന്ന് മാത്രമല്ല നമ്മളും നന്നാവണ്ടേ. അപ്പൊ ദുആ അവസാനിച്ചത് എങ്ങനെയാ? മുത്തഖീങ്ങളുടെ ഇമാം എന്ന പദവി എനിക്ക് തന്ന് അവരെ മുത്തഖീങ്ങളാക്കി എടുക്കണം, അവരെ നന്നാക്കണം, അവരെ കാണുമ്പോ കണ്ണിന് സന്തോഷവും കിട്ടണം. ഇതാണ് എനിക്ക് വേണ്ടതെന്ന് അവൻ ദുആ ചെയ്യലാണ് ഏറ്റവും വലിയ ദുആയായി, ഏറ്റവും വലിയ പരിഹാരമായി. ഈ കെമിസ്ട്രി നഷ്ടപ്പെടാൻ പറ്റൂല. ഈ കെമിസ്ട്രി നിലനിൽക്കണം. ഈ കെമിസ്ട്രി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം. ഈ കെമിസ്ട്രി ഇല്ലാതെ പോയോടുത്ത മക്കൾ പറഞ്ഞാൽ കേൾക്കാത്തത്, ഈ കെമിസ്ട്രി ഇല്ലാതെ പോയോടുത്ത വിവാഹ ബന്ധങ്ങൾ വിള്ളൽ വന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഈ ദുആഇന്റെ പോരിശ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി തരട്ടെ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്ക് തമ്പുരാനെ. പാപങ്ങൾ പൊറുക്ക് അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞ് ചെയ്ത് അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. പടച്ചോനെ മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ നീ തന്ന എല്ലാത്തിലും ബറക്കത്ത് തരണേ അല്ലാ. നീ തരാൻ ഉദ്ദേശിച്ചതിൽ ബറക്കത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകുക അല്ലാ. പൊന്നാര മക്കളുടെ പരീക്ഷകൾ എളുപ്പമാക്കുക അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ അന്തസ്സും അഭിമാനവും നീ നിലനിർത്തുക അല്ലാ. കുടുംബജീവിതത്തിന്റെ സന്തോഷങ്ങൾ റബ്ബേ മരണം വരെ തലമുറകൾക്ക് മാതൃകയാകും വിധം ഞങ്ങളിൽ നിലനിർത്തി തരണേ അല്ലാ. പടച്ചോനെ റബ്ബേ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഇടയിലുള്ള എന്തെങ്കിലും ശൈത്വാനിയത്തുകൾ, പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പരിഹരിക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. മക്കളുടെ വിവാഹം അടുത്ത് നിൽക്കുന്നവർക്ക് റബ്ബേ അനുയോജ്യമായ ബന്ധങ്ങൾ നീ അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ ഹജ്ജ് ഉംറ സിയാറയ്ക്ക് ഞങ്ങൾക്കെല്ലാവർക്കും ആവർത്തിച്ചുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار بفضل صلى الله على محمد عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.